നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ശ്രീ രാജേഷ് വന്ദേ മാതരം സർ. ശ്രീ ഗോപാൽ കൃഷ്ണൻ IPS റിട്ടയർഡ്. സാറിന് ചില കാര്യങ്ങൾ സാർ സ്ഥിരം ചർച്ച ചെയ്യാറുള്ളത് വിദേശ കാര്യം അല്ലെങ്കിൽ പ്രതിരോധം അങ്ങനെയൊക്കെയാണ് അല്ലേ? അതെ. നമുക്ക് മറ്റു ചില വിഷയങ്ങളിലേക്ക് അതെ 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 അതാകുമ്പോൾ നമ്മുടെ തടിയും രക്ഷിക്കാം. അതുപോലെ തന്നെ വിമർശകരുടെ എണ്ണം നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന്റെ താഴെ വന്ന് വിമർശിക്കുന്നവരുടെ എണ്ണം ഒത്തിരി കുറഞ്ഞു കിട്ടും. പക്ഷെ നല്ല വിമർശനങ്ങൾ സ്വീകരിക്കാം അല്ലേ സാർ? അല്ല, കണ്ണുമടച്ചുള്ളൊരു ഈ പോലീസിലെ എനിക്കുള്ള എതിരാളികളാണ് അവർ റിട്ടയർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫിക്റ്റീഷ്യസ് ആയിട്ട് ഇതുണ്ടാക്കിയിട്ട് അവരാണ് ഈ ക്രിട്ടിസൈസ് ആനപ്പക പോലെയാണ്. പക്ഷേ പോലീസുകാർക്ക് എങ്ങനെയുണ്ട് ആനപ്പക പോലെ എന്നുള്ള? പോലീസുകാർക്കല്ല, പോലീസുകാർക്കില്ല അല്ല, ഒരു പറ്റം IPS ഓഫീസേഴ്സ് ഉണ്ട്. അതിൻ്റെ ഹെഡ് ഒരാളുണ്ട്, അയാളാണ് ആനപ്പകയായിട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അതെ പലപ്പോഴും ഉണ്ടല്ലോ IPS അസോസിയേഷൻ്റെയൊക്കെ വളരെ നിഗൂഢമാണല്ലോ അവർ. ഈ IPS അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സാറും ഇടയ്ക്ക് അംഗമായിരുന്നില്ലേ? എന്നെ പുറത്താക്കി. അതെ അതെ അതാ ഞാൻ പറഞ്ഞു, വളരെ നിഗൂഢമാണ് പ്രവർത്തനങ്ങൾ. അങ്ങനെ ഒന്നും പുറത്തു വരാറില്ല. പിന്നെ സർക്കാരുമായിട്ട് ചെറിയൊരു നല്ലൊരു ടഗ് ഓഫ് വാർ വരുമ്പോഴാണ് ഇവരൊക്കെ മറന്നേക്ക് പുറത്തു വരുന്നത്. അത് പോസ്റ്റിംഗ് കുറവാണെന്നോ അല്ലെങ്കിൽ കേഡറിലേക്ക് ആൾ തികയുന്നില്ല അല്ലെങ്കിൽ വിവിധ പോസ്റ്റുകൾ വേക്കൻ്റ് ആണ്, ജോലിഭാരം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ ബഹളം വയ്ക്കാറുണ്ട് അല്ലേ ചില സമയങ്ങളിൽ. പക്ഷെ അതിനൊക്കെ ഒരു പ്രസ്റ്റീജിയസ് ഈ ഡിഗ്രി എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. IPS രാജേഷ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, IPS ഓഫീസർ ഇൻഡിവിജ്വൽ വൈസ് ഭയങ്കര പവർഫുള്ളാണ്. ഒരു സിംഗിൾ ഒരു IPS ഓഫീസർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് എ കളക്റ്റീവ് ഓർഗനൈസേഷൻ ഒരു യൂണിയൻ വളരെ വീക്കാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളും IASകാരുടെ മറ്റേ അവരുടെ യൂണിയൻ IAS കുറച്ചുകൂടി സ്ട്രോങ് ആണ്. പക്ഷേ IAS സിംഗിൾ ഇൻഡിവിജ്വലൈസ് വരെ ചെയ്തു വരുമ്പോൾ പവർഫുൾ അല്ല. അത് IPS തന്നെയാണ്. പക്ഷെ അത് പോലീസ് മുറ ബ്ലഡിലുള്ളതുകൊണ്ട് മരണം വരെയും പോലീസുകാർ തന്നെയാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ ലോ വെച്ചല്ലേ കളിക്കുന്നത്. അതെ, ഈ ലോയാണല്ലോ IPSകാരുടെ അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെ എന്താ പറയുന്ന എവറിത്തിങ്. അപ്പോൾ ഈ ഒരു IPS ഓഫീസറെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന 4-5 വരെ 10ഓളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ, സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ സല്യൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ സല്യൂട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ? കൃത്യമായിട്ട് കൊടുക്കേണ്ട ആ ഉദ്യോഗസ്ഥന് ഈ സാറി പറഞ്ഞ പേഴ്സണലി പവർഫുള്ളായ ഒരു IPS ഓഫീസറിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് തന്നെയാണത്. അല്ല, നമ്മുടെ റാങ്കിനെ അല്ലേ സല്യൂട്ട് ചെയ്യുന്നത്, ആ വ്യക്തിയല്ലല്ലോ സല്യൂട്ട് ചെയ്യുന്നത്. ഷുവർ, റാങ്കിനെയാണ് സല്യൂട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ തലയ്ക്ക് പിടിക്കും IPS ഭ്രമം റിട്ടയർ ചെയ്താലും. നമ്മുടെ ഒരു മുൻ DGP അല്ല, ചാകുന്നവരെയും ഇത് കൊണ്ടു നടന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാനൊരു പ്രാവശ്യം എൻ്റെ ഡ്രൈവറുമായിട്ട് ഇങ്ങനെ ഞാൻ സർവീസിലുള്ളപ്പം ഒരാളിങ്ങനെ കൂനി നടന്നു പോകുന്നു നമ്മുടെ കവടിയാർ റോഡ് വഴി. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവർ രാജാമണി എടുത്ത് ചോദിച്ചു, രാജാമണി അതാരെന്നറിയാമെന്ന് ചോദിച്ചാൽ പോകുന്നത്. രാജാമണി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല സാർ എനിക്കറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കിടിലം IPS ഓഫീസറായിരുന്നു. കിടിലം IPS ഓഫീസർ, പേര് പറയുന്നില്ല. പക്ഷേ അവിടെ വെച്ച് നടന്നു പോകുന്നു. അങ്ങനെയുള്ളവരുണ്ട്. നമ്മുടെ ഒരു DGP അല്ലേ ഇടയ്ക്ക് ഹൈക്കോടതിയിൽ ഒരു കേസിന് വേണ്ടി ചെന്നപ്പോൾ 3 സ്റ്റാർ വെച്ച ഇന്നോവ കാറിലാണ് ചെന്നിറങ്ങിയത്. അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹൈക്കോടതി തന്നെ പറഞ്ഞു അന്വേഷിക്കാൻ. തച്ചങ്കരി സാറിൻ്റെ കാര്യം, അതെ അതെ അതെ, അതിലെനിക്ക് ഭയങ്കര സംശയമുണ്ട്. തച്ചങ്കരി സാർ റിട്ടയർ ചെയ്ത ശേഷം നമ്മൾ ഈ മാധ്യമങ്ങളും പലതും പറഞ്ഞ് പറന്നു പോയെന്ന് പറഞ്ഞ് പരത്തേണ് മാധ്യമങ്ങൾ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പോലീസ് അവരെ വിചാരിച്ച ഒരാളെ എഴുത്താനും പറ്റും, ഈ മാധ്യമങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ പൊക്കാനും പറ്റും. അപ്പോൾ ഈ തച്ചങ്കരി സാറിനെ ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തെക്കാളും കൂടുതൽ സർവീസ് ഉണ്ടല്ലോ. അദ്ദേഹത്തെക്കാളും ഉയർന്ന റാങ്ക് ആണെങ്കിലും ഐ ഹാവ് പുട്ട് ഇൻ മോർ സർവീസ്. ഇനി 37 വർഷം സർവീസ് ആയതുകൊണ്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി, ക്ലോസ് ആയിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ആരും പറയുന്ന ആളല്ല ഈ തച്ചങ്കരി. ഈ മാധ്യമങ്ങൾ പറയുന്ന തച്ചങ്കരി സാറ് IPS എഴുതിയെടുത്ത ആളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി
പിന്നെ വളഞ്ഞ വഴി കൂടെ എഴുതിയെടുത്താണ്. ഈസ് വെരി ഡൈനാമിക്, വെരി ഇൻ്റലിജൻറ്റ്. നമുക്കുള്ള കേരളത്തിലുള്ള ചുരുക്കം ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള ഒരുപാട് IPS ഓഫീസേഴ്സ് ഉണ്ട്, പക്ഷെ ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഭയങ്കരനായ ഒരു മനുഷ്യനാണ് ഈ തച്ചങ്കരി. അപ്പോൾ ഈ തച്ചങ്കരി സാറ് ഒരിക്കലും ഈ മണ്ടത്തരം ചെയ്യില്ല. റിട്ടയർ ചെയ്ത ശേഷം 3 സ്റ്റാറുള്ള ഇത് വെച്ച് അവിടെ പോയി ഇറങ്ങി എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ചെയ്യില്ല. പ്രത്യേകിച്ച് ഈസ് ഫേസിങ് എ ബിഗ് ട്രയൽ. ചെയ്യൂ, പ്രത്യേകിച്ച് ഇത്രയും സീനിയറായിട്ടുള്ള ഇല്ല, ചെയ്യില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നാളെ എന്നെപ്പറ്റി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന ഒരു 2 പത്രം എഴുതി കഴിഞ്ഞാൽ എനിക്ക് എല്ലായിടത്തും പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ കുറേ ആളുകളത് വിശ്വസിക്കും. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ കുറച്ച് നൊട്ടോറിറ്റി ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്ന CM പുള്ളി അടുത്തു. എന്തോ അവർ ബിസിനസ് കൈകളി ചാനലിൻ്റെ ക്യാമറ വാങ്ങിക്കും. അതിനൊക്കെ അങ്ങനെ കുറച്ച് അന്ന് ഞാൻ എനിക്കറിയാന്നുള്ള കാര്യം, ഞാനന്ന് 98 കാര്യം, തച്ചങ്കരി സാറിന് ടെക്നോളജിക്കലി ഇലക്ട്രോണിക് ഡിവൈസ് ഒരു നല്ല നോഹോ ഉണ്ട്, നല്ല അറിവുണ്ട്. അപ്പോൾ ഇദ്ദേഹം പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ചാർജ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ടെക്നിക്കലി നോഹോ ഒത്തിരി കൂടി പോയി. അപ്പം അന്ന് ഈ കരളി ചാനൽ തുടങ്ങുന്ന സമയം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു അസാമാന്യ കഴിവുള്ള മൾട്ടി ഫൈസറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെ എന്തിനാണ് IPS വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പാട്ടുകാരനാണ്. ഇല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അദ്ദേഹമാണ് രക്ഷകാൻ. അത് അദ്ദേഹമാണ് എഴുതിയത്. അതിന്റെ മ്യൂസിക് അദ്ദേഹമാണ്. അങ്ങനെ അത് എഴുതിയപ്പോൾ ബാക്കിയുള്ള IPSകാരന്മാരെല്ലാം കൂടെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് പരത്തി. ഇയാൾ അവിടെ ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ CD എടുക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് നമുക്ക്. പിന്നെ തച്ചങ്കരി സാറിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാറുണ്ട്, ഫൈറ്റ് ചെയ്യാൻ. സ്വന്തമായിട്ട് സ്റ്റുഡിയോ, ഗ്രാൻഡ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ലവബിൾ ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് അല്ലേ? മാത്രം അവരായിരുന്നു ഇദ്ദേഹത്തിന്റെ പിന്നിലെ. അനിത മാഡം ആയിരുന്നു അദ്ദേഹത്തിന്. അവര് ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട്. അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെ അവർ അഡ്മിഷൻ വാങ്ങിച്ചെന്ന് മാത്രമല്ല 10th ഗ്രേഡ് പാസ്സായി. എനിക്ക് ഇന്ന് വരെ കേരളത്തിൽ 10th ഗ്രേഡ് ക്ലാസിക്കൽ മ്യൂസിക് പാസ്സായ ഒരു വ്യക്തി എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് തച്ചങ്കരി സാറിൻ്റെ ഭാര്യ മാത്രമാണ്. അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ഗ്രേസ് ആയിരുന്നു. വളരെ ഗ്രേസ്. പക്ഷെ അതിന് പകരം നമ്മൾ കേരളത്തിലെ CP രാമസ്വാമി അയ്യർ, ഓൻ ഭയങ്കര ഫ്രോഡ്. അവൻ്റെ കയ്യും കാലും വെട്ടണം. അതെ, ജയറാം പഠിക്കൽ നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം ചെയ്യാം. ജയറാം പഠിക്കൽ, ഓയ്യോ അയാളാണ് എത്ര മനുഷ്യരെ ഉരുട്ടി വന്നത്. എത്ര കേസുകൾ അങ്ങേരെ വീട് റെയ്ഡ് ചെയ്ത പാർട്ടിയിലെ മെമ്പറാണ് ഞാൻ. ആദ്യം പഠിക്കൽ സാറിൻ്റെ വീട്ടിൽ വിജിലൻസുകാർ റെയ്ഡ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വരെ നൂന്ന് കയറിയവനാണ്. അന്ന് എനിക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇയാൾക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചാണ്. പക്ഷേ ഈ അമാസ്മെൻ്റ് ഓഫ് വെൽത്ത് കേസ് അന്വേഷിച്ച് പഠിക്കൽ സാറിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ ഞാൻ മാത്രമല്ലല്ലോ, ഇപ്പോഴും ഈ പഠിക്കൽ, തച്ചങ്കരി, CP രാമസ്വാമിയാർ ഇങ്ങനെയുള്ള പ്രഗത്ഭരെയെല്ലാം ചാവട്ടി തേക്കുകയാണ് നമ്മളുടെ. ഇതാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇവരെ പറ്റിയൊക്കെ സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യേണ്ടിയിരിക്കും. ഇദ്ദേഹത്തിന് ടെക്നിക്കലി നോഹോ ഉള്ളതുകൊണ്ടാണ് കരളി ചാനലിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇദ്ദേഹം നേരിട്ട് ഇടപെട്ട് സിംഗപ്പൂരിൽ ഇറക്കുമതി ചെയ്തതാണ്. അല്ലാതെ ഇയാൾ കമ്മീഷൻ അടിക്കാണ്ട് ഇദ്ദേഹം പോയതല്ല. അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ പിന്നീട് ഇദ്ദേഹത്തെ ഹോണ്ട് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അയാളെ ബുച്ചർ എന്ന് വരെ പറഞ്ഞില്ലേ, ഒരു ഉന്നതനായ IPS ഉദ്യോഗസ്ഥൻ. ഞാൻ പോലീസ് സെക്രട്ടറി ജോലി ചെയ്യുമ്പോൾ ഈ ഉന്നതനായ IPS ബുച്ചർ എന്ന് വിളിച്ചു. ഈ പാവം ഈ തച്ചങ്കരി സാർ. അവർ തമ്മിൽ ടഗ് ഓഫ് വാർ, ആര് DGP ആവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും അദ്ദേഹം തന്നെ ജയിച്ചു. ഇല്ല, അത് മറ്റേ ഉന്നതനായ IPS സീനിയറാണ്. അദ്ദേഹം വളരെ ജൂനിയറാണ്. പക്ഷേ ഓവർടേക്ക് ചെയ്ത് വന്നാലോ? ഇല്ല, ഒരിക്കലും. ഒരു പേടിയുണ്ടായിരുന്നു. ഇല്ല, ഒരിക്കലും ഇയാൾക്ക് തച്ചങ്കരി സാറിന് ഓവർടേക്ക് ചെയ്ത് വരാൻ പറ്റില്ല. അത് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ മറ്റേ ആളില്ലേ, അങ്ങേർക്ക് ഇങ്ങനെ ലോകത്തിലെ എല്ലാവരും അങ്ങനെ DGP പോസ്റ്റ് എക്ലിപ്സ് ചെയ്യാൻ അങ്ങനെ ആർക്കെതിരായിട്ടെല്ലാം പണിഞ്ഞു. ചന്ദ്രശേഖർ ഒരു സന്യാസിയെ പോലെ കഴിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിട്ട് പണിഞ്ഞു. വിൻസൻ എം പോൾ
അദ്ദേഹത്തിനെതിരായിട്ട് മുട്ടപരീക്ഷ എഴുതി അയച്ചത് അദ്ദേഹം ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് പോയി. അത് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. അപ്പം അത് വിൻസെന്റ് പോൾ സാറൊക്കെ പോലീസ് ജെന്റിൽമാൻ പോലീസ് ഓഫീസർ, വൺ ഓഫ് ദ ജംസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ IPS ഉന്നതൻ്റെ ലീലാവിലാസങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ബുച്ചറിനെ വിളിച്ചു ഓപ്പണായിട്ട് TV കൂടെ. അങ്ങനെയാണെങ്കിൽ തച്ചങ്കരി സാറ് ബുച്ചറാണെങ്കിൽ ഇയാളെ പിന്നെ ഈ നമ്മുടെ ഇയാളുണ്ടല്ലോ മറ്റേ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂവൽ അഡ്മിനിസ്ട്രേറ്റർ, നോ 13th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന മറ്റേ ചൈനയിലല്ല മംഗോളിയയുടെ ഹെഡായിരുന്ന കിട്ടുന്നില്ല അയാൾ, ചെങ്കിസ് ഖാനാണ് ഇയാൾ. ഈ സീനിയർ ഇങ്ങേര് ബുച്ചറാണെങ്കിൽ ഈ സീനിയർ IPS ഓഫീസർ ചെങ്കിസ് ഖാനാണ്. അത്ര പക്ഷെ അത് അയാൾ ചെങ്കിസ് ഖാനാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. അത് അവർ പറയണ അതിന് പകരം പത്രങ്ങൾ എഴുതും. ഗോപാൽ കൃഷ്ണൻ IPS അദ്ദേഹമാണ് മറ്റേ അഫ്ഗാനിസ്ഥാനിലെ ബോംബ് സ്ഫോടനം തെളിയിച്ചത്, മറ്റേ റഷ്യയിലെ ബോംബ് അതും അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തിയാൽ എന്തോ ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ ഞാനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വേറൊരു സീനിയർ ഓഫീസർ അടുത്ത് പറയുകയാണ്, ഈ ഞാൻ പറഞ്ഞില്ലേ ഉന്നതനായ IPS ഉദ്യോഗസ്ഥൻ അയാളെ പറ്റിയാണ് അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നത്. സാധാരണ അലക്സാണ്ടർ ജേക്കബ് സാർ അങ്ങനെ പറയാറില്ല. അപ്പോൾ പറഞ്ഞു, ഇയാൾ ഈ IPS ഉന്നതൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പറ്റം ലോയേഴ്സ്, ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ, ഒരു പറ്റം പൊളിറ്റീഷ്യൻസ്, പിന്നെ ഒരു പറ്റം പോലീസിലെ എല്ലാ റാങ്കിലും, ഇങ്ങനെ 4 ഗാങ് ആയിട്ട് നടന്നാണ് ഇങ്ങനെ വിരാജിച്ചത് ഈ കേരള പോലീസ് മൊത്തം. ഇയാൾ വെറും പടമാണെന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു. അത് ആരും പറയില്ല, പേടിയാണ് ഇയാളെ. ഇയാൾ ഇൻ്റലിജൻസിലൊക്കെ ജോലി ചെയ്തു ഈ പറഞ്ഞ വ്യക്തി. ഉടൻ നാളെ എഴുതി വിടുകയാണ്, നട്ട കുതിരാത്ത കള്ളങ്ങൾ എഴുതി സോഴ്സ് റിപ്പോർട്ട്. ഒഫീഷ്യൽ ഡോക്യുമെന്റ് അല്ലേ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ. ഇന്റലിജൻസ് റിപ്പോർട്ട് ആരെയാണ് പറയാൻ, എന്തും പറയാം. അത് ഗോപാലകൃഷ്ണൻ, രാജേഷ് അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പം ഇയാൾക്ക് ഒരു എന്താ പറയുന്നത്, പരനോയായിരുന്നു. അവൻ DGP പോസ്റ്റ് ട്രൈ ചെയ്യുമോ, ഇവൻ DGP പോസ്റ്റ് ട്രൈ ചെയ്യുമോ. അപ്പം താഴെയുള്ളവനെ മുകളിലുള്ളവനെ എല്ലാവരും പണിയുക, കള്ള റിപ്പോർട്ട് എഴുതി അയക്കുക. പക്ഷേ തച്ചങ്കരി സാർ അതിനകത്ത് വരില്ല. അല്ല, അഥവാ വന്നാൽ തച്ചങ്കരി സാറിന് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, ഈ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പുള്ളി ഒരു പാട്ടുകാരനായ സഹൃദയനവേ പോലീസിലെ പണിയൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അദ്ദേഹം ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ മകനാണ്, എക്സൈസിലെ SIയുടെ മകനാണ്, എക്സൈസിലെ SI. അപ്പം എന്തുമാത്രം ഡൈനാമിസവും വിവരവും പ്രൂഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ IPS എഴുതി കിട്ടുന്നത്. IPS എഴുതി കിട്ടി. പിന്നെ അക്കാഡമി പോയി അവിടെയൊക്കെ എന്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ പോണിടത്തൊക്കെ പുള്ളിക്ക് പ്രശ്നം ഉണ്ടാകും. എന്നാൽ പുള്ളിക്ക് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്ത് ഊരി വരണമെന്നുള്ളത് അറിയില്ല. പെട്ടു. ഇപ്പം തന്നെ ഈ 3 സ്റ്റാർ പച്ച കള്ളമാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതേ തൊഴുത്തിൽ കുത്ത് നമ്മുടെ പോലീസിലെ മറ്റ്, അതായത് ഇപ്പം ഏറ്റവും കൂടിയ നോൺ IPSകാരുടെ ഏറ്റവും വലിയ വേക്കൻസി AG വരെ പോവാം അല്ലേ? നോൺ IPSകാർക്ക് ഇല്ല, IG വരെ പോവാം നോൺ IPSകാർക്ക്. നോൺ IPSകാർക്ക് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, നോൺ IPSകാർക്ക് ഏതാണ്ട് SP KPS ഒരു സ്റ്റാർ വരും. SP സീനിയർ ആകുമ്പോൾ ഒരു അശോകസ്തംഭം സ്റ്റാർ വരും. അല്ല, അങ്ങനെയല്ല. SP കേരള പോലീസിലെ DYSP അശോകസ്തംഭം DYSP പ്രൊമോഷനായി വരുന്നതും അശോകസ്തംഭം ഒരു സ്റ്റാറും തന്നെയാണ്. അത് KPS ആണ്, കേരള പോലീസ് സർവീസ്. സോ രാജേഷ് KP SP സൂപ്രണ്ട് ഓഫ് പോലീസ് KPS ഈസ് പ്രൊമോട്ടഡ് ഇൻ ടു ദ റാങ്ക് ഓഫ് IPS എന്നാണ് അതിൻ്റെ വേർഡിങ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇറക്കുന്നത്.
അപ്പം IPS എന്ന് പറയുമ്പോൾ ഒരു പ്രൊമോഷനാണ്. KPS SPയെ പ്രൊമോട്ട് ചെയ്താണ് IPS ആക്കുന്നത്. ഈ KPS-നകത്തും സാർ ഈ പറഞ്ഞതുപോലുള്ള തൊഴുത്തിൽ കൂത്ത് ഉണ്ട്. ഇവിടെ ഈ IPS 10 ആണെങ്കിൽ അവിടെ 1000 ആണ് ഫിഗർ സ്ട്രെങ്ത്. ഒട്ടും മോശമല്ല. ഇപ്പോൾ നമ്മുടെ കേരള പോലീസിലും മൊത്തം ആദ്യം ഈ അസോസിയേഷൻ പരിപാടി നടത്തുന്ന ആദ്യകാര്യം. അപ്പോൾ ഇത് കോൺസ്റ്റബിൾ തൊട്ട് അങ്ങേറ്റം വരെ IPS വരെ 3-4 യൂണിയനുണ്ട്. അതിലെല്ലാം ഈ തൊഴുത്തിൽ കുത്തുണ്ട്. അടി കള്ള പെറ്റീഷന്, മുട്ട പെറ്റീഷൻ എഴുതിയ കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ CA വരെ, DSPമാർക്ക് കേരള പോലീസ് സുപ്പീരിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ, പിന്നെ IPS, അങ്ങനെ 4 എണ്ണം. അതെ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്തരം കാരണം ഇപ്പം ലോ ആൻഡ് ഓർഡറിൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പോലീസിൽ നമ്മൾ ഒരു സർക്കാർ മാറുന്നു, പിണറായി വിജയൻ സർക്കാർ മാറിയിട്ട് അടുത്ത VD സതീശൻ സർക്കാർ വരുന്നു, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അപ്പോൾ സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 800-600 പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ ഇവിടെയൊക്കെ. 480 ഇവിടെ എല്ലാം ഈ SHOമാരെ അങ്ങ് മാറ്റണം എന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോഴത്തെ പുതിയ അല്ല, ഏത് സർക്കാർ വന്നാലും ഒരു സർക്കാർ വരുമ്പോൾ റീപ്ലേസ്മെന്റ് ഷഫ്ലിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ 1981 വരുമ്പോൾ TK രാമകൃഷ്ണൻ സാറായിരുന്നു ആഭ്യന്തരമന്ത്രി. അന്ന് തൊട്ട് ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ രമേശ് സാറും ഉമ്മൻചാണ്ടി സാറുമായിരുന്നു ആഭ്യന്തരത്തിൻ്റെ. ആര് വന്നാലും ഇത് മാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. കാരണം ഞാൻ ഇത് സ്വാധീനിച്ചാണ് 90% പേരും ഓരോ പോസ്റ്റുകളിൽ വരുന്നത്. കാരണം അവരുടെ ആൾക്കാർ, അതായത് അവരുടെ ലീനിയൻസ് ഉള്ള ആൾക്കാർ അവർ ഓഫീസേഴ്സ് വരിക എന്നുള്ളത് അതെ മറ്റൊരു തീരുമാനമാണ് ഇവിടെ, അല്ലേ? അത് പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചില രാഷ്ട്രീയ പാർട്ടികളോട് വിധേയത്വം കാണിച്ച് അവരെ കയ്യും കാലും പിടിച്ചാണ് ഇവർ ഈ പോസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പം നാച്ചുറലായിട്ട് അത് മാറ്റും, എന്നിട്ട് അവർക്ക് വേറൊരു പോസ്റ്റ് കൊടുക്കും. പക്ഷെ ഉടനെ അവരൊരു 2-3 മാസത്തിനകത്ത് അവരങ്ങ് ചേഞ്ച് ആവും. നേരത്തെ CPM ആയിരുന്നു, ഉടൻ 2-3 മാസം കഴിയുമ്പോൾ ഇപ്പം നാളെ ബജ്രതങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലീസ് ബജ്രതങ്ങളാവും. അതെ. അതുപോലെ തന്നെ ഇപ്പോൾ IPS ഒരു കേഡർ സെലക്ട് ചെയ്താണല്ലോ വരുന്നത്. ഓരോ കേഡറിലും ഓരോ, പിന്നെ അവർക്കുള്ളത് ഡെപ്യൂട്ടേഷനൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് അവർ ഈ ലീനിയൻസി കാണിക്കുന്നത്, അല്ലേ? ഒരു കേഡറിലേക്ക് വരുമ്പോൾ ആ സ്റ്റേറ്റിൽ ഭരിക്കുന്ന ഏത് ഗവൺമെൻറ്റാണ് ചോദിച്ചു വാങ്ങി വരുന്നതല്ലല്ലോ. അല്ല, കേഡറിൽ വരുന്നത് അവരുടെ മാർക്ക് അനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ കേഡർ അലോട്ട് ചെയ്യുന്നത്. അലോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കേഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ കരണീയമായിട്ടുള്ള വേണമെങ്കിൽ ഡെപ്യൂട്ടേഷൻ 7 വർഷത്തേക്ക് എവിടെയെങ്കിലും പോകാം. ഇപ്പം മസ്റ്റാണല്ലോ പോയിരിക്കണം ഡെപ്യൂട്ടേഷൻ. ഇല്ല, പോകാത്ത എത്രയോ പേരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, IPS ഉന്നത എൻ്റെ ശത്രു, അയാൾ ഈ കേരളം ഇത് വിട്ടുപോയിട്ടില്ല, കാസർഗോഡ് വിട്ടുപോയിട്ടില്ല, മഞ്ചേശ്വരം വിട്ടുപോയിട്ടില്ല, കഴിഞ്ഞിട്ട് പോയിട്ടില്ല. എന്നിട്ട് അയാളെ ഈ എപ്പോഴും പോകണം, ഇതുപോലെ കേന്ദ്രത്തിൽ പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലൊരു, ഫെഡറൽ പോലീസും സ്റ്റേറ്റ് പോലീസും തമ്മിലൊരു ലേസാണ്. പിന്നെ നമുക്ക് ഈ കേന്ദ്രത്തിലൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവരുമായിട്ടൊക്കെ ഉദാഹരണം യോഗേഷ് ഗുപ്ത സാറ് നേരത്തെ CBIയിൽ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര, ഇപ്പോൾ ദിനേന്ദ്ര കശ്യപ് സാർ CBIയിൽ കുറേ നാൾ ജോലി ചെയ്തിരുന്നു, IBയിൽ ജോലി ചെയ്തിരുന്നു. അത് ഭയങ്കര എക്സ്പോസറും ഒരുപാട് കാര്യങ്ങൾ കേരള പോലീസിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. അങ്ങനെ പലയിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, കേരളത്തിലേക്ക് തിരിച്ചു വന്നു. കണ്ടിന്യൂ ചെയ്യാം. IB CBA ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ R.N. രവി സാർ, ഇപ്പോഴത്തെ മദ്രാസ് അല്ല, വെസ്റ്റ് ബംഗാൾ ഗവർണർ R.N. രവി സാർ എൻ്റെ SP ആയിരുന്നു, കേരള കേഡറിലുള്ളതാണ്. പക്ഷേ R.N. രവി സാറ് ഇവിടെ ശരിയാവില്ല എന്ന് പുള്ളിക്ക് കണ്ട്
പുള്ളി IB-യിൽ പോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ആകാം. അജിത് ഡോവൽ കേരള കേഡർ, യെസ്, ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? കേരള കേഡർ ആയിരുന്നല്ലോ അജിത് ഡോവൽ സാർ. ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അല്ല, കേരള കേഡർ ആയിരുന്നല്ലോ. പുള്ളി കുറച്ചു കാലമല്ലേ SP ആയിട്ടുണ്ടായിരുന്നുള്ളൂ. SP ആയ ഒരു സംശയമുണ്ട്. SP മറ്റേ പക്ഷേ RN രവി സാർ ഇവിടെ മൊത്തം തകർത്തിട്ടാണ് പോയത്. RN രവി മൊയ്യോ, എക്സലന്റ് പോലീസ് ഓഫീസർ. അപ്പോൾ എന്തായാലും ഇതുപോലെ പോലീസിനുള്ളിലെ തൊഴുത്തിൽ കുത്തുകളെല്ലാം ഇനിയും കണ്ടിന്യൂ ചെയ്യും അല്ലേ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളിടത്തോളം കാലം? അല്ല, അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വിചാരിക്കണം. അവര് ഇത് എന്റർടൈൻ ചെയ്യരുത്. അവരൊരു തീരുമാനം എടുത്താലേ ഇത് പറ്റൂ. എന്തായാലും നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.